കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സാർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യമൊന്നും ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്കറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രമല്ല, ആശുപത്രി, സ്വർണ്ണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരുടെ. തെമ്മാടിത്തരം വേണോ അതിനും ഉണ്ടാളും. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തൊന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന് പറയാനാവില്ല. വിഭവസമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കണത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്ത് ചെന്നാ മതി, വാരി കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിൽ നിന്ന് പഠിക്കണത്. ക്ലാസ്സിലേക്ക് വെക്കണോ? ആ ബാഗ് നോക്കടാ. പോട്ടെ 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 മതി ചായോ സൂക്ഷിച്ച്. നീ അവിടെ ഇറങ്ങാം, ഞാൻ എടുത്തു തരാം. ആ ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ഞാൻ എടുക്കടാ, ഞങ്ങൾ എടുത്തോളാം. ആ പിടിക്കടാ. ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ. ഒന്ന് വാടാവൂ. സലീമേ, നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരാം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ 5 ഡി ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേൽ വണ്ടി തടഞ്ഞാ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? ഏയ് മിസ്റ്റർ, നിങ്ങളോടാരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാ പറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാ കരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവുകയുള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ചാ? അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപാ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോവുകയുള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ.